പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ റോമ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന കാണാം. എഫേസ്യ ലേഖനത്തിനകത്ത് 2 പ്രാർത്ഥനകളുണ്ട്. പിന്നീടുള്ളത് കൊലോസ്യ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും. അങ്ങനെ 5 പ്രാർത്ഥനകൾ പ്രത്യേകാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിലുള്ള 2 പ്രാർത്ഥനകളെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആമേൻ, 1-ാമത്തെ പ്രാർത്ഥന ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്, എൻലൈറ്റ്മെൻ്റ് ആണ് ആമേൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. 2-ാമത്തെ പ്രാർത്ഥന നമ്മളിപ്പോൾ വായിച്ച വേദഭാഗമാണ് എനേബിൾമെൻറ്റ്, ശക്തീകരിക്കണം എന്നുള്ള നിലയിലാണ് ആ പ്രാർത്ഥന കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജോൺസിച്ചാന് ഹല്ലേലൂയ. ആ പ്രാർത്ഥനയോടനുബന്ധമായി തന്നെ ആ സങ്കീർത്തനം എടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാം പ്രാർത്ഥന എന്തിനെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ അധികമായിട്ട് പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസിൻ്റെ ഈ 5 പ്രാർത്ഥനകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആമേൻ, ഈ 5 പ്രാർത്ഥനകളും അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, ആത്മീയമായിട്ട് ആമേൻ ബലപ്പെടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ആമേൻ വാടകയ്ക്ക് എടുത്ത് ആമേൻ പൊതു തടങ്കലിൽ താൻ റോമിലായിരിക്കുന്ന സമയത്താണ് ഒരു ഭവനത്തിൽ പാർക്കുക. എന്നാൽ തടങ്കലില്ല, എന്നാൽ സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ളവർക്ക് വന്ന് കാണുവാനും ആമേൻ അവരോട് സുവിശേഷം പറയുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു സമയം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ താൻ ആയിരിക്കുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നത്? എഫെസോസിലുള്ള അല്ലെങ്കിൽ എഫേസ്യ ആമേൻ സഭയെ ഓർത്തിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആമേ പ്രൈസ് ദി ലോർഡ്. ആ മുറിക്കകത്ത് മുട്ടുകുത്തി ആമേ പ്രൈസ് ദി ലോർഡ് ഈ സഭയ്ക്ക് വേണ്ടി ആമേ പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ആമേൻ, ഇതിനകത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഹല്ലേലൂയ. ആ വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ആമേൻ പൗലോസ് ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥനയിലേക്ക് തന്നെ നയിച്ച ഘടകങ്ങൾ എന്താണെന്ന് അതിൻ്റെ പശ്ചാത്തലം വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1-ാം അധ്യായം തൊട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ 1-ാം അധ്യായം തൊട്ട് ആമേൻ വിശദീകരിച്ച നമുക്ക് സമയമില്ല. എന്നാൽ ആമേൻ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 3-ാമത്തെ അധ്യായമാണ്. ആ 3-ാമത്തെ അധ്യായം ആമേൻ പൗലോസ് ആമേൻ തനിക്ക് വെളിപ്പാടിനാൽ ലഭിച്ച ഒരു മർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ മർമ്മത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ അറിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് പൗലോസ് സഭ എന്ന് പറയുന്ന ഒരു മർമ്മത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മർമ്മത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇതിനു മുമ്പ് പഴയ നിയമ കാലഘട്ടത്തിൽ അനേക ഭക്തന്മാർ പ്രവചിച്ചിട്ടുണ്ട്. ദാനിയേൽ ഉൾപ്പെടെ ദാവീദ് ഉൾപ്പെടെ എല്ലാവരും പ്രവചിച്ചിട്ടുള്ളവരാണ്.
ഉള്ളവരാണ്. എന്നാൽ അവർക്കൊന്നും വെളിപ്പെട്ട് കിട്ടാത്ത ഒരു ആത്മീയ വിഷയം, സഭ എന്ന മർമ്മം, പ്രൈസലോ, അത് ഇപ്പോൾ അപ്പോസ്തലന്മാർ മുഖാന്തരമായിട്ട് ആമേൻ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ആ മാർമിക വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ആമേൻ ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നത്. അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. പ്രൈസലോ, നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുക, നമ്മൾ ആരായിരുന്നു? ജാതികളായിരുന്നു. പ്രൈസലോ, ഹല്ലേലൂയ. ജാതികള് ആമേ ക്രിസ്തു യേശുവിനാൽ, ഹല്ലേലൂയ, സുവിശേഷത്താൽ ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശികളാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? ആമേ ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശികളാണ്. ഹല്ലേലൂയ. ഏക ശരീരസ്ഥരാണ്. ആമേ വാഗ്ദത്തത്തിന്റെ പങ്കാളികളാണ്. പ്രൈസലോ, ഹല്ലേലൂയ. 11-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ആമേൻ, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. പ്രൈസലോ. അപ്പൊ ഈ മർമ്മം വെളിപ്പെട്ടു വന്നത്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവില്. യഹൂദൻ എന്നുള്ള വ്യത്യാസമല്ല, യഹൂദനും ജാതികളും ഒരുപോലെ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളാണ്, ഏക ശരീരസ്ഥരാണ്. ഹല്ലേലൂയ. ആമേൻ. ആ മർമ്മ സഭ മുഖാന്തരം വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. ആ സഭയുടെ അംഗമായി തീർന്ന എഫെസോസിലെ ദൈവജനത്തിന് വേണ്ടി ആമേൻ ആര് പ്രാർത്ഥിക്കുകയാണ്? പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീയ സത്യമാണ് പ്രാർത്ഥന എന്ന സത്യം. പ്രൈസലോ. എന്തുകൊണ്ടാണ് പൗലോസ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൽ എത്രയോ മഹാന്മാരുണ്ട്. ഹല്ലേലൂയ. എത്രയോ ശക്തന്മാരായ മനുഷ്യരുണ്ട്. അവരോടൊന്നും പോയി നമ്മൾ അപേക്ഷിക്കാറില്ല. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? സർവശക്തനായ ദൈവത്തോട്. ഹല്ലേലൂയ. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലൂടെ ആ ധ്യാന ചിന്തകൾ കടന്നു പോകുവാൻ ഇടവന്നു. പ്രൈസലോ. ആമേ. വിളിച്ച വിളി കേൾക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. മനസ്സലിയുന്ന ഒരു ദൈവം. പ്രൈസലോ. കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്ത ഒരു ദൈവം. കഷ്ടതയുടെ നടുവിൽ ആമെ തള്ളിക്കളയാത്ത ഒരു ദൈവം. പ്രൈസലോ. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ വിഷയവുമായിട്ട് അടുത്തു വരുമ്പോൾ അത് കേൾക്കാതെ പോകുന്ന ദൈവമല്ല, അത് കാണാതെ പോകുന്ന ദൈവമല്ല, അത് ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ കഴിയുന്ന ആമേ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആയിരിക്കുന്നുവെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തളങ്ങളിൽ ഭരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയുടെ ആമേ സ്വരം ഇവിടെ ഉയരട്ടെ. ആമേൻ. അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക നിലകളിൽ ആ പുത്രത്വത്തിന്റെ പദവി ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നൽകി തന്നുവെങ്കിൽ ആമേൻ, അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറ, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി ലഭിക്കാതിരുന്നിട്ടില്ല. അതിന് സമയം ഇച്ചിരി താമസിച്ചുവെങ്കിലോ ആമേ തക്ക സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന ആമേ സർവശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ആ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത്, ആ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കറിയാം. ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആ കർത്താവിനെ നമുക്ക് നൽകി തന്നുവെങ്കിൽ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ചോദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അനുഭവമുള്ള ദൈവജനം ആമേ വ്യക്തമായിട്ട് വിളിച്ചു പറയും, ഞങ്ങൾ എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല
മാറില്ലെന്ന് ഞങ്ങളുടെ അനുഭവമാണ്, അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഇന്നലകളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നു പകൽക്കാലവും പ്രവർത്തിക്കുക എൻ്റെ ദൈവം മതിയായവനാണെന്ന് വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഒരു പവറുണ്ട്, ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുമ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു പ്രാർത്ഥിച്ചു, ശലോമോൻ ദേവാലയത്തിനകത്ത് നിന്നു പ്രാർത്ഥിച്ചു, ദാവീദ് ഇരുന്നു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് ഗെത്സമനിയിൽ വീണ് കിടന്നു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആമേ. പ്രാർത്ഥനയുടെ പോസ്റ്റർ എന്തു തന്നെയാണെങ്കിലും ഇന്ന പോസ്റ്ററിൽ മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് വചനം പറയുന്നില്ല. പല പോസ്റ്ററുകളുണ്ട്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക, ആമേൻ, ഹല്ലേലൂയ, നെടുമ്പാട് വീണ് കടന്നു പ്രാർത്ഥിക്കുക. എന്നാൽ ആമേൻ, അതിനകത്തൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമായി പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുകയാ, പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ആഴമായ സമർപ്പണത്തോടെ ആമേൻ ദൈവസന്നിധിയിൽ ആർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഇന്നു പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വചനത്തിലേക്കൊന്ന് വന്നാട്ടെ. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും കാരണഭൂതനായ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുകയാണ്? മുട്ടുകുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ആമേൻ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ഹല്ലേലൂയ. അപ്പം നമ്മൾ അന്യരല്ല, പരദേശികളല്ല. ആമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടുപേര് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇന്നതാണ് എൻ്റെ വീട്ടുപേര്. പ്രൈസ് ദി ലോർഡ്. എന്താ വീട്ടുപേര് ആമേൻ നമുക്ക് വരാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വീട്ടിൽ നമ്മൾ ജനിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-2 വാക്യം ഒന്ന് വായിച്ചാൽ ഒരാൾ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3:6. ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറകിയാൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. നിങ്ങൾ എങ്ങനെ ജനിക്കണമെന്ന് പറയുന്നത്? പുതുതായിട്ട് നിങ്ങൾ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1:13 വായിച്ചാട്ടെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. 1:13 അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ, 1 യോഹന്നാൻ 3:8. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ ഭവനക്കാരായി തീർന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് എങ്ങനെയാണ്? സ്തോത്രം. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ആമേൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്ന ആത്മീയ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് വിശ്വസിച്ചപ്പോൾ നമുക്ക് ഒരു പുതുജനനമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ ജനനം ആമേൻ പ്രൈസ് ദി ലോർഡ് ജഡത്താലുള്ള ജനനമല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ച ആമേൻ ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവര് പുതുതായി ജനിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. അവര് ദൈവത്തിന്റെ ഭവനക്കാരായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ലോകത്തില് എനിക്ക് പറയാൻ ഒരു വീട്ടുപേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് പറയാൻ ഒരു അപ്പനും അമ്മയും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ തന്നെ ഹല്ലേലൂയ ഈ ലോകത്തിലായിരുന്ന എന്നെ
യേശു ക്രിസ്തുവിലൂടെ ആമേൻ പാപത്തിന്റെ പരിഹാരം നൽകി ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു, ദൈവത്തിന്റെ ഭവനക്കാരാക്കി തീർത്തു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ പറയേണ്ട ഒരു കാര്യം, ആമേൻ, നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ പറയാൻ ഒരു അഡ്രസ് ഉണ്ട്. ആമേൻ. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു അഡ്രസ് ഉണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭവനക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ ആത്മീയ ദൂത് ആമേൻ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും പറയാറുണ്ട്, ആമേൻ, ആ കുടുംബത്തിലെ പിതാക്കന്മാർ വലിയ തെറ്റുകൾ ചെയ്തു, അല്ലെങ്കിൽ അവർ വലിയ പാപങ്ങൾ ചെയ്തു, കൊലപാതകം ചെയ്തു, അതുകൊണ്ട് ആ തലമുറകൾ ഒക്കെ ഇന്ന് അത് അനുഭവിക്കുകയാണെന്ന് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ആമേൻ, ഞങ്ങളുടെ പിതാക്കന്മാർ വലിയ പാപം ചെയ്തത് കൊണ്ട്, വലിയ തിന്മ ചെയ്തത് കൊണ്ടായിരിക്കാം ഞങ്ങളുടെ തലമുറകൾ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് മാനുഷിക നിലയിൽ സോക്കോൾഡ് കുടുംബത്തിനകത്താ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ നിന്ന് യേശു കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകി തന്ന് നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി തീർത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ്, ഒരു പാരമ്പര്യത്തിൻ്റെ ശാപങ്ങളും പിന്നെ ആ ദൈവ മക്കളെ പിന്തുടരുവാൻ കഴിയത്തില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ആരും ശാപം മുറിക്കുവാൻ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ശാപത്തെ എൻ്റെ കർത്താവ് എന്നേക്കുമായി നീക്കിയിരിക്കുന്നു. ഒരു വിടുതല് നമ്മുടെ ജീവിതത്തിനകത്ത് നൽകി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കള് ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായാട്ടെ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ പഴയതെല്ലാം നമ്മളെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചിട്ട് രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സകല തിന്മകളോ, സകല പാപങ്ങളോ, സകല ശാപങ്ങളോ അവിടെ മുറിയപ്പെട്ടു. ഇനി ഞാൻ ലോകത്തിനുള്ളവനല്ല, ഞാൻ ദൈവത്തിനുള്ളവനാണ്, ദൈവത്തിന്റെ ഭവനക്കാരനാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അത് തിരിച്ചറിയുന്നവര് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പറഞ്ഞതിന്റെ ആത്മീയാർത്ഥം മനസ്സിലായോ? ചിലർക്ക് ചില രോഗങ്ങൾ, അപ്പനുണ്ട്, മകനുണ്ട്, അടുത്ത തലമുറ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ വിടുതൽ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ വിടുവിച്ചത് എൻ്റെ കർത്താവാണെങ്കിൽ, ഞാൻ ദൈവഭവനത്തിൻ്റെ അംഗമായി തീർന്നുവെങ്കിൽ, ഞാൻ അവൻ്റെ മകനാണെങ്കിൽ, മകളാണെങ്കിൽ, ഇന്ന് പകൽക്കാലം വചനം പറഞ്ഞ് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിങ്കൽ ഒരു പാരമ്പര്യ ശാപങ്ങൾക്കോ, ഒരു പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾക്കോ എന്നെ പിന്തുടരുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ യേശു കർത്താവിനാൽ ഭരിക്കപ്പെടുന്നവനാണ്. ഹല്ലേലൂയ. അവൻ്റെ മകനാണ്, അവൻ്റെ മകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും കാരണഭൂതനായ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പൗലോസ് പ്രാർത്ഥിക്കുകയാ. പൗലോസ് ആയിരിക്കുന്ന സാഹചര്യം തടവറയാ. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹമാ, അല്ലെങ്കിൽ വീട്ട് തടങ്കലിനകത്ത് പ്രൈസ് ദി ലോർഡ് മുറിക്കകത്ത് മുട്ടുമടക്കിക്കൊണ്ട് ഹല്ലേലൂയ ഒരു ദൈവ സമൂഹത്തിന് വേണ്ടി പൗലോസിനെ പ്രേരിപ്പിക്കുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മളോട് വചനം വളരെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ആത്മീയ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വേണം. എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. എനിക്ക് എൻ്റെ കർത്താവിനോട് ഒന്നും കൂടി അടുക്കണം. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിനകത്ത് നഷ്ടപ്പെട്ട ആ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ എനിക്ക് ലഭിക്കണം. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ആരെങ്കിലും
ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയാ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവരുടെ ചാരത്ത് നിന്ന് അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്ത് അവരെ ശക്തീകരിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നുണ്ട്? ദൈവമക്കളെ, നമ്മൾ ആത്മീയമായിട്ട് ശക്തീകരിക്കപ്പെടണം. എനിക്ക് ആത്മീയമായിട്ട് വളരണം, എൻ്റെ ആത്മീയ ജീവിതം ധന്യമാകണം, എൻ്റെ തലമുറകൾ ആത്മീയമായിട്ട് വളരണം, എൻ്റെ കുടുംബം ആത്മീയമായി സന്തോഷിക്കണം, ഞങ്ങൾ ദേശത്തിന് നടുവിൽ സാക്ഷ്യമുള്ളവരായി തീരണം. ആമേൻ എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കള് ദൈവസന്നിധിയിൽ വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ പ്രൈസലോ, വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, അങ്ങനെയുള്ളവര് ജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്, ദൈവശക്തിയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അവരെ ദൈവം കൈവിട്ട് കളയത്തില്ല, അവരെ ദൈവം ഉപേക്ഷിച്ച് കളയത്തില്ല. അവരുടെ ബലഹീനതകൾ പരിഹരിക്കൂ, അവരുടെ ജീവിതത്തിനകത്ത് ദൈവകൃപ പകർന്നു കൊടുക്കൂ, ദൈവശക്തി പകർന്നു കൊടുത്ത് അവരെ ഉപയോഗിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പ്രാർത്ഥിക്കുന്ന വിഷയം, ആമേൻ പ്രൈസലോ, നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആമേൻ, അത് ഒന്നാമതായിട്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. പ്രൈസലോ. ഇപ്പോൾ ഒന്നാമതായിട്ട് ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്ത് അകത്തെ മനുഷ്യനെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. പ്രൈസലോ. ദൈവമക്കളെ, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് ഈ ആത്മശക്തിയെ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്. സ്തോത്രം. എനിക്കൊരാളെ ആമേൻ എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതിന് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനം എന്താണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കള് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കും. കാരണം അതിന് ഒത്തവണ്ണമുള്ള ആത്മസാന്നിധ്യമാണ് നമ്മുടെ അകത്തേക്ക് ദൈവം പകർന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ആ ആത്മസാന്നിധ്യം നമ്മുടെ അകത്ത് പകർന്നാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തത്? ശക്തീകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളോട് വചനം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ശക്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വചനം വായിക്കും, അല്ലെങ്കിൽ വചനം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിച്ചെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. വേർപെട്ടിരുന്ന് ആമേൻ ഹല്ലേലൂയ ആത്മശക്തി ദൈവകൃപയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെയൊക്കെ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ടല്ലോ, ആമേൻ, നമ്മൾ കേൾക്കുന്ന വചനത്തെ നമ്മുടെ ജീവിതത്തിനകത്ത് രൂപപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പ്രസംഗം എത്രയോ നമ്മൾ കേൾക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഇത് രണ്ട് നിലയിലേക്ക് പോകാം. ഒന്ന് ബുദ്ധിയിലേക്ക് പോകാം, ആമേൻ. രണ്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന് ബുദ്ധിയിലേക്ക് പോകുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ വചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇതെല്ലാം ബുദ്ധിയിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നാൽ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ആത്മാവിൽ മാത്രമേ എനിക്ക് ശക്തിപ്പെടുവാൻ കഴിയത്തുള്ളൂ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനം ആമേൻ നിങ്ങളുടെ ബുദ്ധിയിലേക്കല്ല പോകുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ആകും. പ്രൈസ് ദി ലോർഡ്. കാരണം പരിശുദ്ധാത്മാവ് അകത്തളങ്ങളിൽ ആമേൻ പ്രവർത്തിച്ചുകൊണ്ട് ആ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യാപരിപ്പിച്ച് ആമേൻ ജീവിതത്തിൽ വേണ്ട വിടുതലുകൾ ഇന്ന് പകൽക്കാലം നൽകി തരുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ആമേൻ, എഫെസോസിലെ സഭയ്ക്ക് ആമേൻ ഒരു ബിൽഡിംഗ് കൊടുക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. എഫെസോസിലെ സഭയിലെ ദൈവജനം പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അവരുടെ അകത്തെ മനുഷ്യനൊന്ന് ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആമേൻ പുറമെ നമ്മളെല്ലാം ശക്തിപ്പെട്ടു, എല്ലാ നിലകളിലുള്ള ആരോഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തളങ്ങളിലേക്കൊന്ന് നോക്കിയാട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യനിലേക്കൊന്ന് നോക്കിയാട്ടെ. അത് ക്ഷീണിച്ചു കിടക്കുന്നു, അത് മരിക്കാറായി കിടക്കുന്നുവോ? ഇന്ന് പകൽക്കാലം അത് ശക്തീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അത് ശക്തീകരിക്കപ്പെടണമെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ സാധ്യമല്ല. അതിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ കേൾക്കുന്ന വചനം, ആമേൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവിക
ദൈവിക വിടുതലായി തീരണമെങ്കിൽ ആമേ പരിശുദ്ധാത്മാവേ എന്നിലൊന്ന് പ്രവർത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേർ ഇന്ന് പകൽക്കാല ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു? ഹല്ലേലൂയ. ആമേൻ. ദൂത് മനസ്സിലാകുന്നവർ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഞങ്ങൾ എത്രയോ വചനങ്ങൾ കേട്ടവരാ, ഞങ്ങൾ എത്രയോ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നവരാ. എന്നാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു പോകുകയാണെങ്കിൽ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ മരിച്ചു പോകുകയാണെങ്കിൽ എന്തു പ്രയോജനം ഈ ആത്മീയ ജീവിതം കൊണ്ട്? ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പുറത്തെ മനുഷ്യ ശക്തിപ്പെട്ട ഒരുപക്ഷെ ലോകത്തോട് മല്ല് പിടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അകത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? പ്രൈസ് ദി ലോർഡ്. അത് ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ദൈവസന്നിധി കരയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഇത്രയും വചനം കേട്ടിട്ടും ഇത് ക്ഷീണിച്ചു പോയോ? പ്രൈസ് ദി ലോർഡ്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ആമേൻ ഇത് ക്ഷീണിച്ചു പോയോ? എത്രയോ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു പോയോ? ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ആഴമായി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ഇന്നർമേൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ അകക്കണ്ണിനെ ദൈവം തുറന്നിട്ട് ആമേൻ ദൈവിക വിടുതലുകൾ ഇന്ന് പകൽക്കാലം കാണുവാൻ ഇടവരുത്തുമെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല, നമ്മുടെ ശക്തി കൊണ്ട് സാധ്യമല്ല. ഇന്ന് പകൽക്കാലം സറണ്ടർ ചെയ്യുക, ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിനകത്ത് നൽകി തന്നിട്ടുണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എൻ്റെ സമസ്ത മേഖലകളെ നിയന്ത്രിക്കുക. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞാൻ കേൾക്കുന്ന വചനം, ഞാൻ പാടുന്ന പാട്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ, എൻ്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലപ്പെടണം. സ്തോത്രം, സ്തോത്രം. അടുത്ത ഭാഗം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എവിടെയാ വസിക്കേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കാനാണ്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ. ആമേ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആമേൻ ഒരു മർമ്മം പറയുന്നുണ്ട്. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളിൽ കർത്താവ് വസിക്കണമെന്ന്. സ്തോത്രം. നമ്മളിൽ കർത്താവ് വസിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിൽ വസിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണ്? ആമേ പ്രൈസ് ദി ലോർഡ്. ആ സ്ഥാനത്ത് മറ്റു പലതും കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടിരുന്നാൽ, അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ പരിപോഷിക്കപ്പെടുന്നുവെങ്കിൽ, അകത്തെ മനുഷ്യൻ ദൈവവചനത്താൽ പരിപോഷിക്കപ്പെടുന്നുവെങ്കിൽ, അകത്തെ മനുഷ്യൻ പ്രാർത്ഥനയാൽ പരിപോഷിക്കപ്പെടുന്നുവെങ്കിൽ, അകത്തെ മനുഷ്യനിൽ ആര് വസിക്കും? നമ്മുടെ കർത്താവ് വസിക്കും. സ്തോത്രം. ആമേൻ. അകത്തെ മനുഷ്യന് കർത്താവ് വസിച്ചില്ലെങ്കിൽ അവിടെ ശൂന്യമായി കിടക്കുകയാ. അവിടെ ആര് വന്ന് വസിക്കും? ആമേ സാത്താൻ വന്ന് വസിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എൻ്റെ വീടിൻ്റെ ആമേ വിസ്തൃതി വർദ്ധിപ്പിക്കണമേ, ഇനി ഒരു 2 മുറിയും കൂടി ഉണ്ടാക്കുവാൻ സഹായിക്കണമേ. ആമേ പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോഴും ആമേൻ ഇവിടെ ആര് വന്ന് വസിക്കണം? നമ്മുടെ കർത്താവ് വസിക്കണം. ഹല്ലേലൂയ. കർത്താവ് വസിക്കണമെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന അതാകട്ടെ. കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് ഏറ്റവും മുഖ്യമായ സ്ഥാനം എൻ്റെ കർത്താവിന് ഞാൻ തരികയാ. എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും മുഖ്യമായ സ്ഥാനം എൻ്റെ കർത്താവിന് ഞാൻ തരികയാ. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. ആമേൻ. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം, എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹം പ്രൈസ് ദി ലോർഡ് എന്നോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും മനുഷ്യൻ പാപം ചെയ്യുന്നതുകൊണ്ട്, തിന്മ ചെയ്തതുകൊണ്ട് ആമേൻ ദൈവത്തിന്, ആമേൻ ദൈവജനത്തിന്റെ മധ്യത്തിൽ വസിക്കാൻ പറ്റുന്നില്ല.
അവിടെ ഹൃദയത്തിൽ വസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഏദൻ തോട്ടം തൊട്ട് ശ്രദ്ധിച്ചാട്ടെ, ദൈവം വസിക്കാൻ ആഗ്രഹിച്ചത് മനുഷ്യരുടെ ഇടയിൽ. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യന്റെ പാപ നിമിത്തമാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളിൽ വന്ന് വസിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ആലയത്തിനകത്ത് വസിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ, വിശുദ്ധനായ ദൈവം അശുദ്ധി ഉള്ളിടത്ത് വസിക്കത്തില്ല. ആമേൻ, കർത്താവ് നമ്മളിൽ വസിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ, ഇന്ന് പകൽക്കാലം കണ്ണുനീരോടെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വീടിന്റെ വലിപ്പം ചെറുതായതുകൊണ്ട് കർത്താവ് വരാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് കർത്താവ് വരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ഹൃദയമാണ്. ഇന്ന് പകൽക്കാല കണ്ണുനീരോടെ അനുതാപത്തോടെ ആമേൻ, ആ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കുക. ദൈവമക്കളെ കഴിയുന്നുവെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മളിൽ അധിവസിക്കുവാൻ ഇടവരും. ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്നവ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മന്ദിരങ്ങളായി നമ്മൾ മാറും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുമെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അകത്തെ മനുഷ്യ ശക്തീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയുള്ള ആഹാരം എന്താണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് അത് ഭക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തിനാ പരിശുദ്ധാത്മാവ്? ഇത് ഒച്ചയും ബഹളം വെക്കാനുള്ളത്. ആമേൻ, ഇത് ഒച്ചയും ബഹളം വെക്കാനുള്ളതല്ല പരിശുദ്ധാത്മാവ്. ആമേൻ, ഒച്ചയും ബഹളവും ആത്മാവിൽ നിറയുമ്പോൾ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആത്മാവാണ് ആമേൻ നമ്മളെ നടത്തുന്നത്, ആത്മാവാണ് നമ്മളെ ശക്തീകരിക്കുന്നത്, ആത്മാവാണ് നിത്യതയുടെ തുറമുഖം വരെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഉണങ്ങി വരേണ്ട അസ്ഥികൾ ആമേൻ, അസ്ഥിയൊന്നും ചേരാതെ, ഞരമ്പില്ലാതെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ജീവനില്ലാതെ താഴ്വരയിൽ കിടക്കുകയാണ്. വചനം കേട്ടു, ശരി, പ്രൈസ് ദി ലോർഡ്. അസ്ഥിയോട് ചേർന്നു. ആമേൻ, ഞരമ്പ് വന്നു, മാംസം വന്നു, ത്വക്ക് വന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ജീവൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവൻ എപ്പോഴാണ് വന്നത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, 4 ദിക്കുകളിൽ നിന്ന് കാറ്റ് ആ ശരീരത്തിലേക്ക് വന്നപ്പോൾ അത് ജീവനുള്ള ദേഹിയായി തീർന്നു. പ്രൈസ് ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആമേൻ, ഈ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവവചനത്തിനകത്തുള്ള ജീവൻ, ഹല്ലേലൂയ, നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവസന്നിധി നമ്മൾ സമർപ്പിക്കപ്പെടണം. അങ്ങനെ സമർപ്പിക്കപ്പെടുമ്പോൾ ആമേൻ, ജീവനുള്ള ദേഹിയായി കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്കിടവരുമെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് തിരിച്ചറിയുന്നവർ മാത്രം അല്പസമയം അതുര തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ, അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാ ആമേൻ നിരാശകൾ മാറട്ടെ. ആമേൻ, നമ്മുടെ അകത്തളങ്ങളിൽ ആ ജീവനൊന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ വിടുതലൊന്ന് സംഭവിക്കട്ടെ. നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിപ്പെട്ടിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുക ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളിൽ വന്ന് വസിക്കുക. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക, എൻ്റെ ജീവിതത്തിൽ വന്ന് വസിക്കണം. കർത്താവ് ഈ ജീവിതത്തിൽ വന്ന കർത്താവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കും. മാനുഷിക ബുദ്ധി കൊണ്ട് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നതിന് പരിമിതികളുള്ളപ്പോൾ നമ്മെക്കുറിച്ച് സകലതും നിർണയിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം ആമേ, പ്രൈസ് ദി ലോർഡ്, സ്വർഗ മഹിമയെ വിട്ട് താണ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി ആമേ പാപമായി പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി മധ്യസ്ഥണിക്കുന്ന കർത്താവ് ആമേ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വന്ന് അധിവസിക്കാം എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചെറിയവരല്ല, ദൈവ സാന്നിധ്യം വഹിക്കുന്നവരാ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ദൈവ സാന്നിധ്യം വഹിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, റീബാന ഹംദുന അലിഗദ എത്രമാത്രം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം, എത്രമാത്രം ദൈവത്തിന് സ്തുതി അർപ്പിക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തന്നെ എന്നിൽ വന്ന് അധിവസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഞാൻ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. പലരും പറയുന്നു
ഞങ്ങൾ അനാഥരാണ്, ഞങ്ങളെ കാണാൻ ആരുമില്ല, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല. ആമേ പ്രൈസലോ. പരിശുദ്ധാത്മ പറയുക, ആമേ സർവശക്തനായ ദൈവം, ആമേ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും അറിയുന്ന ദൈവം നമ്മളിൽ അധിവസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേൻ, ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് പകൽക്കാലം എത്രയോ അനുഗ്രഹമാ, എത്രയോ സന്തോഷമാ, എത്രയോ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്കിടവരും എന്ന് വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യനെ എപ്പോഴും നോക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെടുന്നുണ്ടോ? ആമേൻ. എങ്ങനെ അറിയാം? ഒരു പ്രതിസന്ധി വരുമ്പോൾ ആമേൻ ഇരുന്നിരുന്ന് പെറുപെറുക്കുന്നുണ്ടെങ്കിൽ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി വരുമ്പോൾ കർത്താവ് നോക്കിക്കോളും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, ക്ഷീണിക്കരുത്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കും അത് സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിച്ചിരിക്കും, അത് സംഭവിച്ചിരിക്കും, അത് അങ്ങനെ തന്നെ നടക്കും. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ആമേ ശക്തിയുള്ളതാണെങ്കിൽ ആമേ പ്രൈസ് ഈ ലോകത്തിൽ ആമേ പലതിൻ്റെ പിന്നാലെ ഓടത്തില്ല. അകത്തെ മനുഷ്യ ശക്തിയുള്ളതാണെങ്കിൽ അവൻ്റെ നോട്ടം ഉയരത്തിലേക്ക്. എൻ്റെ കർത്താവ് എപ്പോൾ വരും, എൻ്റെ കർത്താവ് എപ്പോൾ വരും, എൻ്റെ കർത്താവിനെ ചേർക്കുവാൻ വരും, ആമേൻ എന്നുള്ള പ്രത്യാശ അകത്തളങ്ങൾ നിറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. അതിനെ എന്ത് ചെയ്യണം? അറിയണം. ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്നാ? പ്രൈസ് ദി ലോർഡ്. ആമേ പാപത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മെ ആമേ കയറ്റിയ സ്നേഹം. ദൈവസ്നേഹത്തിൻ്റെ ഉയരം എന്താ? നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ വീതി എന്താ? യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതാണ്. നമ്മുടെ പരിജ്ഞാനം കൊണ്ട് അത് അളക്കാൻ പറ്റത്തില്ല. പരിജ്ഞാനത്തെ കവിയുന്നത് ദൈവസ്നേഹം. ആമേൻ. ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നമ്മുടെ കൈ സങ്കുചിതമാകത്തില്ല, നമ്മുടെ കൈ വിശാലമാകും. സ്തോത്രം. ആമേ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സ്നേഹം നമ്മളിൽ വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, ആമേ പ്രൈസ് ദി ലോർഡ്, ചേറ്റുകുഴി എന്ന് കണ്ട് നമ്മൾ മാറി നിൽക്കത്തില്ല. ആ ചേറ്റുകുഴിയിലേക്ക് ഇറങ്ങി ഒരു പാപിയാണെങ്കിൽ അവൻ്റെ തോളെ കൈയിട്ട് അവനെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അവൻ യേശുവിനെ അറിയണമെങ്കിൽ അവൻ ആ കരുതൽ ലഭിക്കണം. അവൻ യേശുവിനെ അറിയണമെങ്കിൽ അവൻ ആ സ്നേഹം മനസ്സിലാക്കണം. ആമേ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ, അങ്ങനെയുള്ള വീടുകളൊന്നും ഇവിടെയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോർത്ത് ഇന്ത്യയുടെ ചാലുകളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നടന്നെത്താൻ പറ്റത്തില്ല, ചേറ, ആമേ കാല് താന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വഴികളിലൂടെ അങ്ങ് എത്തിച്ചേർന്ന് ആമേൻ നോക്കുമ്പോൾ ആമേൻ ഒരു ആമേ കൂര, പ്രൈസ് ദി ലോർഡ്, ഒരു കാറ്റടിച്ച വീഴുന്ന കൂര, അതിനകത്ത് 10-15 പേര് ഒരുമിച്ച് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിഞ്ഞ ഒരു ദൈവ പൈതൽ ആ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ വസ്ത്രത്തെ നോക്കത്തില്ല, അവൻ്റെ സാഹചര്യത്തെ നോക്കത്തില്ല, അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ, അവൻ്റെ ആത്മാവിന് വിലയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ആ ചെളിക്കൊണ്ടി കിടക്കുന്നവരോട് യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഈ സ്നേഹത്തിന്റെ വീതി എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസ്നേഹത്തിന്റെ വീതി ഇതിനകത്ത് ഒതുങ്ങുന്നതല്ല കേട്ടോ. നമ്മളെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എവിടം വരെയൊക്കെ ദൈവം വന്നു, എത്ര ആഴത്തിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ആ കർത്താവ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, ഈ സ്നേഹം മനസ്സിലാക്കിയവർ കൈ സങ്കുചിതമാകരുത്, ഹൃദയം സങ്കുചിതമാകരുത്, ഹൃദയം വിശാലമാകട്ടെ. ആമേ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്നേഹത്തെ ആമേ നമ്മൾ ആമേ പറയുന്ന കർത്താവിനെ തേടിക്കൊണ്ട് ആമേ കാത്തിരിക്കുന്ന അനേകർ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആമേ നമ്മുടെ സ്നേഹം ആമേ വിശാലമാകട്ടെ. ഹല്ലേലൂയ. ആമേ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചില സഹോദരന്മാരുണ്ട്, ഹല്ലേലൂയ, ആമേ വഴിവൊക്കെ കിടക്കുന്നവരെ, ആമേ പ്രൈസ് ദി ലോർഡ്, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി ആമേ ലോകപ്രകാരം ജീവിക്കുന്നവരെ, ആമേ പ്രൈസ് ദി ലോർഡ്, തേടിയെത്തി അവരെ പാർപ്പിച്ച് അവരോട് സുവിശേഷം പറഞ്ഞ്
അവർക്ക് ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുത്ത് അവരെ നിത്യതയ്ക്ക് അവകാശമാക്കി തീർക്കുവാൻ പ്രവർത്തിക്കുന്നവർ. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്നത് സങ്കുചിതമായി പോയില്ല. ആമേൻ. സ്നേഹം വിശാലമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് ഒരാൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളിലേക്ക് മാത്രം സങ്കുചിതമായി പോകാതെ ഇന്ന് പകൽക്കാലം ദൈവ സ്നേഹത്തെ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ, ഹല്ലേലൂയ, റീബാന ഹംദുന രഗദന ജാലസിയാദന, നമ്മൾ പാപികളും ദോഷികളുമായിരുന്നപ്പോ നമ്മളെ തേടിയെത്തിയ സ്നേഹത്തെ, ഹല്ലേലൂയ, ആമേൻ. ഈ ലോകത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ ശ്രദ്ധിച്ചേ, ഒരു ഉപകാരവും നമുക്ക് ആ വ്യക്തിയെ കൊണ്ടില്ല. നമ്മൾ സ്നേഹിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലായിരുന്നു. പാപത്തിൽ കടന്നു, അതിക്രമത്തിൽ കടന്നു, അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാല സ്വാർത്ഥതയില്ലാത്തതാ ദൈവ സ്നേഹം. ഹല്ലേലൂയ. ത്യാഗാത്മകമാണ് ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തിന്റെ വക്താവായി തീരുവാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അകത്തെ മനുഷ്യ ശക്തിപ്പെട്ടാൽ, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിച്ചാൽ, ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമായി നമ്മുടെ ജീവിതം മാറും. പ്രൈസ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രൈസ്. ആമേ 19-ാമത്തെ വാക്യത്തിനകത്ത് ആമേ 18 തൊട്ട് വായിക്കാം. അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ എല്ലാ നിറവോളം എന്ത് ചെയ്യണം? ആ നിറവ് എവിടെയാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്? അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ആമേൻ ലഭിച്ചിരിക്കുന്നു. പ്രൈസ്. ദൈവത്തിൻ്റെ സകല നിറവും എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സ്തോത്രം. ഒരു വാക്യം കൊണ്ട് വായിച്ച് മനസ്സിലാക്കാം. കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നാട്ട്. പ്രൈസ്. 2-ാം അധ്യായം 9-10 അതുകൂടെ വായിച്ചിട്ട് നിർത്താം. സ്തോത്രം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുകയാ, അവന്റെ നിറവോളം നമ്മൾ നിറയണമെങ്കിൽ ആര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം? കർത്താവ് ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനെ കൂടാതെ ഒരു പൂർണ്ണതയില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വിചാരിക്കും ആമേൻ എനിക്കൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, പൂർണ്ണരായി. പ്രൈസ് ദി ലോർഡ്. ഇല്ല. ആത്മീയ ജീവിതത്തിൽ പൂർണ്ണരാകുന്നത് ക്രിസ്തുവുമായിട്ട് നമ്മൾ ചേരുമ്പോൾ അവനിലാണ് നിറവ്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വന്ന് അധിവസിക്കണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കേണ്ട കാര്യം, എൻ്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. കർത്താവേ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണം. ആഴമായി എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ കരുതിയ ദൈവം, എന്നെ നടത്തിയ ദൈവം ഇന്ന് പകൽക്കാലം അനേകരെ സ്നേഹിക്കത്തക്ക നിലകളിൽ ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി ഒന്ന് തിരിച്ചറിയാൻ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവസ്നേഹം നമുക്കുണ്ടെങ്കിൽ ഓരോ സഹോദരനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ബലഹീനതയുള്ളവൻ്റെ കുറ്റം പറയുകയല്ല, ബലഹീനതയുള്ളവനെ ചേർത്ത് നിർത്തി അവനെ ശക്തീകരിക്കുവാൻ ഇടവരും. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ ദൈവമക്കളെ സ്തോത്രം. പകൽക്കാലം നമ്മുടെ കൈ സങ്കുചിതമായി പോകത്തില്ല, വിശാലമാകും. സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്.